ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമുണ്ട്. അപ്പം ഞാനതിന് വേണ്ടി പോവുകയാണ്. എന്ന് വെച്ചാൽ ഞാനൊന്ന് വീണ്ടും പഠിക്കാൻ വേണ്ടി പോവുകയാണ്. കുറേ നാൾക്ക് ശേഷം 6-7 വർഷമായി പഠിത്തമൊക്കെ നിർത്തിയിട്ട് വീണ്ടും ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം അന്ന് അതിൻ്റെ ഒരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം രാവിലെ എണീച്ച് ഞാൻ പണിയെല്ലാം ഒതുക്കി ചേട്ടൻ്റെ കൂടെ തന്നെ ഇറങ്ങി. ചേട്ടൻ ഇറങ്ങുന്നത് 8 മണിക്കാണ് കേട്ടോ. 8 മണിക്ക് തന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി. കാരണം കുഞ്ഞിനെ കൊണ്ടുവന്ന് ചിറ്റയായിട്ട് അവിടെ വിട്ടിട്ട് വേണം എനിക്ക് പോകാൻ. 10-11 മണിക്കത്തെ ക്ലാസ്സാണുള്ളത്. അപ്പം 10-10:15 അവിടുന്ന് ബസ്സുണ്ട്. അപ്പം രാവിലെ ചെന്ന് കുളിച്ചൊന്നുമില്ല കേട്ടോ രാവിലെ. എന്നിട്ട് ചിറ്റ അവിടെ ചെന്നാണ്. ഇപ്പോൾ ചിറ്റ അവിടെ നിന്ന് ഇറങ്ങി കുളിച്ചിട്ട് 10:15 ബസ് കയറാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്നിട്ടാണ് ചിറ്റ അവിടെ ചെന്നാൽ കുളിയൊക്കെ കഴിഞ്ഞത്. കാരണം രാവിലെ ഇറങ്ങുമ്പോൾ പണിയെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോൾ ടൈം കിട്ടിയില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ബസ് കയറി ഇവിടെ LCC കമ്പ്യൂട്ടർ സെൻറ്ററിലാണ് വന്നേക്കുന്നത്. 3 മാസത്തെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലൊക്കെ നല്ല ജോലിക്ക് കയറണം. ഞാൻ പഠിച്ചതനുസരിച്ച് ഞാൻ BEd ആണ് പഠിച്ചത്. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ എബിലിറ്റി എത്രയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് പോയില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഓഫീസ് വർക്കൊക്കെ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അതിന് വേണ്ട അത്യാവശ്യം വേണ്ട ടാലി കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അഡ്വാൻസ് എക്സലും ടാലിയും എല്ലാം ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ 3 മാസത്തെ കോഴ്സ് എടുത്ത്. അപ്പോൾ 3 മാസം മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ട്. അപ്പം അതിന് പോകാമെന്ന് വിചാരിച്ച് നല്ലൊരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. ലിഫ്റ്റുണ്ട്, ലിഫ്റ്റിലല്ലോ ഒത്തിരി തിരക്കുള്ള ഒരു സെൻറ്ററാണത്. അപ്പം അതുകൊണ്ട് ലിഫ്റ്റിലൊന്നും കയറാൻ നിന്നില്ല. കാരണം കുഞ്ഞിനെ ചിറ്റരോട് കൊടുത്തിട്ടാണ് വന്നത്. പക്ഷെ വിളിച്ചപ്പോൾ കുഞ്ഞ് ഉറക്കമാണെന്ന് പറഞ്ഞ്. എന്നാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുമല്ലോ നോർമലി. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് നോക്കിയപ്പോൾ ബസ് 1 മണിയായപ്പോൾ ക്ലാസ് കഴിഞ്ഞാണ്. 2 മണിക്കൂർ ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ 1 മണിയായപ്പോൾ കഴിഞ്ഞത് 2 മണി കഴിഞ്ഞിട്ട് 2:30 ആയിട്ടാണ് ബസ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ബസ് കയറി ചിറ്റടുത്ത് വന്ന് ചോറൊക്കെ കഴിച്ച്. അപ്പം നോക്കിയപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും അവൾ എണീറ്റായിരുന്നു, ഉറക്കമായിരുന്നു. ഒരു 11:30 ആയപ്പോഴേ ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും അവൾ എണീറ്റായിരുന്നു. പിന്നെ അവൾക്കും ചോറ് കൊടുത്ത് ഞാനും ചോറ് കഴിച്ച്. അപ്പോൾ ചിറ്റപ്പൻ പറഞ്ഞു ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. കുഞ്ഞിന് നല്ല ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു. ഇവിടുന്ന് ബസ് കയറി പോകണമെന്നുണ്ടല്ലോ അവൾക്ക് നല്ല ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു. രാവിലെ ചേട്ടൻ കൊണ്ട് വിട്ടപ്പോൾ വീട്ടിൽ ഇരുന്ന ഡ്രസ്സായിരുന്നു. അപ്പോൾ പിന്നെ ചിറ്റപ്പൻ പറഞ്ഞു എന്നാൽ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. കാരണം ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ 200 രൂപ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചിറ്റപ്പൻ ഞങ്ങളെ കൊണ്ടുവന്ന് വീട്ടിലോട്ട് കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങളെ കയറ്റി ഇറങ്ങി അവിടുന്ന്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അടുത്ത നാളത്തേക്കുള്ള യുദ്ധം. കാരണം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നാളെ രാവിലെ ഇറങ്ങാൻ. ചേട്ടന് ചോറ് കൊണ്ടുപോകണം. വീട്ടിലുള്ളവർക്ക് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ ചെന്നിട്ട് ഇനി കുറച്ച് നേരം ഒന്ന് കയറി കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ടയേർഡാണ്. കുറേ ഗ്യാപ്പിന് ശേഷമല്ലേ വെയിൽ കൊണ്ട് നടക്കുകയും ഒരു ക്ലാസ് റൂമിൽ പോയി ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കയറി കിടന്ന് കുറച്ച് നേരം ഉറങ്ങണമെന്നുണ്ട്. കാരണം ഉറങ്ങാൻ പറ്റുമോയെന്നറിയില്ല. കാരണം കുഞ്ഞ് നേരത്തെ ഉറങ്ങി എണീറ്റതുകൊണ്ട് അവൾ ഉറങ്ങൂല. അപ്പോൾ അവൾ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പേടിയാണ്. കാരണം എന്തെങ്കിലും കുരുത്തക്കേട് ഇരുന്ന് ചെയ്യുമോ എന്നുള്ള പേടി കാരണം ഉറക്കം വരില്ല. എന്നാലും കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് വെറുതെ ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി, റൂമിലെത്തി. ഇനി ഒന്ന് ഫ്രഷായിട്ട് കയറി കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നും ചെയ്തില്ല, റൂമൊന്നും ക്ലീൻ ആക്കാതെ പോയത്. ഇനിയിപ്പോൾ അതെല്ലാം ചെയ്തിട്ട് വേണം കിടക്കാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.